Hello everyone, my topic is secondary market. Financial market can be broadly divided into two, which are money market and capital market. And capital market can be further divided into two, which are primary market and secondary market. So in this video, I'm going to discuss about secondary market. Secondary market is a market in which securities already issued by companies are subsequently traded among investors. സോ പ്രൈമറി മാർക്കറ്റ് പോലെയല്ല, പ്രൈമറി മാർക്കറ്റിൽ കമ്പനീസ് നേരിട്ട് ഫണ്ട് റേസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മാർക്കറ്റാണ് പ്രൈമറി മാർക്കറ്റ്. വേറെ സെക്കൻഡറി മാർക്കറ്റിൽ ഒരു കമ്പനിയുടെ ഓൾറെഡി ലിസ്റ്റഡ് ആയിട്ടുള്ള സെക്യൂരിറ്റീസ് ഫർദർ ട്രേഡ് ചെയ്യപ്പെടുന്ന സ്ഥലമാണ്. അപ്പോൾ ഇവിടെ ട്രേഡിംഗ് നടക്കുന്നത് ഇൻവെസ്റ്റേഴ്സ് തമ്മിലാണ്. സോ അങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോമാണ് സെക്കൻഡറി മാർക്കറ്റ് എന്ന് പറയുന്നത്. ഇവിടെ ട്രേഡിംഗ് കണ്ടിന്യൂസ് ആയിരിക്കും. Secondary market is the market in which buying and selling of previously issued securities is done. Transaction of secondary market generally നടത്തുന്നത് സ്റ്റോക്ക് എക്സ്ചേഞ്ച് വഴിയാണ്. ഈ സെക്കൻഡറി മാർക്കറ്റിൻ്റെ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത് സെക്യൂരിറ്റീസിന് ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് സെക്യൂരിറ്റീസിനെ ക്യാഷായിട്ട് പെട്ടെന്ന് കൺവേർട്ട് ചെയ്യാനുള്ള കൺവേർട്ടിബിലിറ്റി അതായത് ലിക്വിഡിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആണ് ഇതിൻ്റെ ചീഫ് പർപ്പസ് എന്ന് പറയുന്നത്. സോ ഇതാണ് സെക്കൻഡറി മാർക്കറ്റ്. നൗ പ്രൈമറി മാർക്കറ്റ് ആൻഡ് സെക്കൻഡറി മാർക്കറ്റ് തമ്മിലുള്ള കീ ഡിഫറൻസസ് എന്താണെന്ന് നോക്കാം. പ്രൈമറി മാർക്കറ്റിൽ സെക്യൂരിറ്റീസ് ആർ ബോട്ട് ബൈ വേ ഓഫ് പബ്ലിക് ഇഷ്യൂ ഡയറക്ട്ലി ഫ്രം ദി കമ്പനി. സോ കമ്പനി ഇഷ്യൂ ചെയ്യുന്ന സെക്യൂരിറ്റീസ് ഡയറക്റ്റായിട്ട് വാങ്ങുന്ന മാർക്കറ്റാണ് പ്രൈമറി മാർക്കറ്റ്. വേറെ സെക്കൻഡറി മാർക്കറ്റിൽ ഇൻവെസ്റ്റേഴ്സ് തമ്മിലാണ് ട്രേഡിംഗ് നടത്തുന്നത്. അതായത് ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് ഷെയർസ് അല്ലെങ്കിൽ വേറെ സെക്യൂരിറ്റീസിൻ്റെ ബൈയിങ് ആൻഡ് സെല്ലിംഗ് നടത്തുന്നത് ഇൻവെസ്റ്റേഴ്സ് തമ്മിലാണ്. സെക്കൻഡ് ഡിഫറൻസ്, ന്യൂ ഇഷ്യൂ ആർ അവൈലബിൾ ഇൻ പ്രൈമറി മാർക്കറ്റ്. ന്യൂ ഇഷ്യൂ അതായത് ഫ്രഷ് ഇഷ്യൂ, ഒരു ഇതുവരെ സെക്യൂരിറ്റീസ് വഴി ഫണ്ട് റേസ് ചെയ്തിട്ടില്ലാത്തൊരു കമ്പനിക്ക് ഇനീഷ്യലി ഫണ്ട് റേസ് ചെയ്യാൻ വേണ്ടി പറ്റും ഈ പ്രൈമറി മാർക്കറ്റ് വഴി, ന്യൂ ആയിട്ട് അല്ലെങ്കിൽ ഫ്രഷ് ആയിട്ട് സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്യുന്നത് വഴി. വെറാസ് ഇൻ കേസ് ഓഫ് സെക്കൻഡറി മാർക്കറ്റ് ഓൾറെഡി ഇഷ്യൂ ചെയ്തിട്ടുള്ള സെക്യൂരിറ്റീസ് യൂഷ്വലി ബോട്ട് ആൻഡ് സോൾഡ് ത്രൂ സെക്കൻഡറി മാർക്കറ്റ്. ഓൾറെഡി ഇഷ്യൂഡ് ആയിട്ടുള്ളതിനെയാണ് ഇതിൽ ബൈയിങ് ആൻഡ് സെല്ലിംഗ് നടത്തുന്നത്. മൂന്നാമത്തെ ഡിഫറൻസ്, ന്യൂ ഇഷ്യൂ ഓഫ് കോമൺ സ്റ്റോക്ക്, ബോണ്ട്സ് ആൻഡ് പ്രിഫേർഡ് സ്റ്റോക്ക് ആർ സോൾഡ് ബൈ കമ്പനീസ് ഡയറക്റ്റ്ലി ആണ് പ്രൈമറി മാർക്കറ്റിൽ ഇൻവോൾവ് ആകുന്നത്. വേറെ സെക്കൻഡറി മാർക്കറ്റിൻ്റെ കേസിൽ സെക്കൻഡറി മാർക്കറ്റ് സ്റ്റോക്ക് ആൻഡ് ബോണ്ട്സ് ഇഷ്യൂസ് ആർ സോൾഡ് ടു പബ്ലിക്കിന് സെല്ലാക്കുന്ന പ്രോസസ്സാണ് സെക്കൻഡറി മാർക്കറ്റിൽ. സോ മേജറായിട്ട് ആലോചിച്ച് വെക്കേണ്ട പോയിൻറ്റ്സ്, സെക്കൻഡറി മാർക്കറ്റിൽ ഇൻവോൾവ് ആയിട്ടുള്ളത് ഇൻവെസ്റ്റേഴ്സ് തന്നെയാണ്, ജനറൽ പബ്ലിക്കാണ്. അവർ ഓൾറെഡി ഇഷ്യൂ ചെയ്യപ്പെട്ട സെക്യൂരിറ്റീസാണ് ട്രേഡ് ചെയ്യുന്നത്. ഇതാണ് മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത്. യൂഷ്വലി ട്രേഡ് ചെയ്യുന്ന സെക്യൂരിറ്റീസ് സെക്കൻഡറി മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്ന സെക്യൂരിറ്റീസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്ന് ഇക്വിറ്റി ഷെയർസ് ആണ്, അല്ലെങ്കിൽ പിന്നെ ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ആവാം, അല്ലെങ്കിൽ ഡിബെഞ്ചേഴ്സ് ആവാം, അല്ലെങ്കിൽ ബോണ്ട്സ് ആവാം. ഇതാണ് മേജറായിട്ട് സെക്കൻഡറി മാർക്കറ്റിൽ സെല്ലാക്കുന്നത്. പിന്നെ സെക്കൻഡറി മാർക്കറ്റ് എന്ന് പറയുമ്പോൾ അതിനോട് അസോസിയേറ്റഡ് ആയിട്ടുള്ള ഒരു ടേമാണ് ബ്രോക്കർ അല്ലെങ്കിൽ സ്റ്റോക്ക് ബ്രോക്കർ എന്ന് പറയുന്നത്. ബ്രോക്കർ ആരാണെന്ന് നോക്കാം. ബ്രോക്കർ ഇസ് എ മെമ്പർ ഓഫ് എ റെക്കഗ്നൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഹു ഇസ് പെർമിറ്റഡ് ടു ഡു ട്രേഡ്സ് ഓൺ the screen-based trading system of different stock exchanges. He is enrolled as a member with concerned stock exchange and is registered with SEBI. സോ ബ്രോക്കർ എന്ന് പറയുന്നത് ഒരു ഇൻ്റർമീഡിയറി ആയിട്ട് നിൽക്കുന്ന ആളാണ്. അപ്പോൾ ഒരു പെർട്ടിക്കുലർ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഒരാൾക്ക് ബ്രോക്കറായിട്ട് ആക്ട് ചെയ്യണമെങ്കിൽ അയാൾ ഫസ്റ്റ് ഓഫ് ഓൾ സെബീൻ്റെ അടുത്ത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവണം. അതുപോലെ തന്നെ ആ കൺസേൺ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എൻറോൾഡ് മെമ്പറും ആയിരിക്കണം. എന്നിട്ട് ഇയാൾ ഈ ബ്രോക്കർ ചെയ്യുന്നത് രണ്ട് ഇൻവെസ്റ്റേഴ്സിനെ, ട്രേഡ് ചെയ്യാൻ താല്പര്യമുള്ള ഇൻവെസ്റ്റേഴ്സിനെ മീറ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുകയാണ് ചെയ്യുക. ഒരാൾക്ക് ബൈ ചെയ്യാനും ഒരാൾക്ക് സെല് ചെയ്യാനും ആണുള്ളെങ്കിൽ ഇവരുടെ നീഡ്സിനെ മീറ്റ് ചെയ്യാൻ വേണ്ടി ആക്ട് ചെയ്യുന്ന ഇൻ്റർമീഡിയറിയാണ് ഒരു ബ്രോക്കർ. നൗ സെക്കൻഡറി മാർക്കറ്റിനെ കൺട്രോൾ ചെയ്യുന്ന റെഗുലേറ്ററി ബോഡി സെബിയാണ്. സെബി ഈസ് എ റെഗുലേറ്ററി അതോറിറ്റി എസ്റ്റാബ്ലിഷ്ഡ് അണ്ടർ സെക്ഷൻ 3 ഓഫ് സെബി ആക്ട് 1992 to protect interest of investors in securities and to promote development of and to regulate security market and for matters connected to the with incidental thereto. So basically SEBI ആണ് ഈ സെക്കൻഡറി മാർക്കറ്റിൻ്റെ കംപ്ലീറ്റ് ഓപ്പറേഷനും കാര്യങ്ങളും റെഗുലേറ്റ് ചെയ്യുന്നതും പ്രൊമോട്ട് ചെയ്യുന്നതും ഒക്കെ.
ഇനി ട്രേഡിംഗ് പ്രോസസ്സ് റഫ്ലി ഒന്ന് നോക്കാം. ഫസ്റ്റ് സ്റ്റെപ്പിൽ ഇൻവെസ്റ്റർ അഥവാ ട്രേഡർ ട്രേഡ് നടത്താൻ, അതായത് സെല് ചെയ്യാനായിരിക്കും അല്ലെങ്കിൽ ബൈ ചെയ്യാനായിരിക്കും, അങ്ങനെ ഡിസൈഡ് ചെയ്യുന്നു. സ്റ്റെപ്പ് 2ൽ ഈ ഇൻവെസ്റ്റർ എന്ത് ചെയ്യും, ഓർഡർ കൊടുക്കും ബ്രോക്കറിൻ്റെ കയ്യിൽ, ബ്രോക്കറിൻ്റെ അടുത്ത് ഓർഡർ കൊടുക്കും ടു ബൈ ഓർ സെൽ ദ റിക്വയർഡ് ക്വാണ്ടിറ്റി ഓഫ് ഏത് പെർട്ടിക്കുലർ സെക്യൂരിറ്റി ആണെന്ന് വെച്ചാൽ അതിൻ്റെ ഓർഡർ ബ്രോക്കറിൻ്റെ അടുത്ത് കൊടുക്കും. സ്റ്റെപ്പ് 3ൽ ഈ ഇൻവെസ്റ്ററിൻ്റെ ബഡ്ജറ്റ്, അതായത് ഇൻവെസ്റ്ററിൻ്റെ ഫണ്ട് ഓർ പ്രൈസ് മാച്ച് ചെയ്യുന്ന കൈൻഡ് ഓഫ് സെക്യൂരിറ്റി ഏതാണെന്ന് വെച്ചാൽ അത് കണ്ടുപിടിച്ച് കൊടുക്കും ഈ ബ്രോക്കർ. ഫർദർ അങ്ങനെ മാച്ചായിട്ട് വന്നാൽ 4ാമത്തെ സ്റ്റെപ്പ് ഓർഡർ എക്സിക്യൂഷൻ ഇലക്ട്രോണിക്കലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യും ബ്രോക്കേഴ്സ് ടെർമിനലിൽ. അതായത് ആ ഓർഡർ ഫർദർ പ്രൊസീഡ് ചെയ്യാൻ വേണ്ടി ഇലക്ട്രോണിക്കലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, ഇൻ്റർനെറ്റ് വഴിയോ ഒക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും ബ്രോക്കറിൻ്റെ അടുത്ത്. 5ാമത്തെ സ്റ്റെപ്പ് ട്രേഡ് കൺഫർമേഷൻ സ്ലിപ്പ് ഇസ് ഇഷ്യൂഡ് ടു ഇൻവെസ്റ്റർ ഓർ ട്രേഡർ ബൈ ബ്രോക്കർ. സോ ഇൻവെസ്റ്റർക്ക് ബ്രോക്കർ നേരത്തെ ഇൻഫർമേഷൻ പാസ് ചെയ്തു ഇങ്ങനെ ഒരു സെക്യൂരിറ്റി ഉണ്ട് എന്നുള്ളത്. സോ അത് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് 4th സ്റ്റെപ്പിൽ അത് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻവെസ്റ്റർ ബ്രോക്കർക്ക് ഇൻസ്ട്രക്ഷൻ കൊടുത്തു. ഇനി സ്റ്റെപ്പ് 5ൽ ബ്രോക്കർ അത് ആ സെക്യൂരിറ്റി പർച്ചേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ സെല് ചെയ്തിട്ട് എന്താണെന്ന് വെച്ചാൽ ആ പെർട്ടിക്കുലർ ട്രേഡ് ചെയ്തിട്ട് അതിൻ്റെ കൺഫർമേഷൻ സ്ലിപ്പ് തിരിച്ച് ഈ ഇൻവെസ്റ്റർക്ക് ഇഷ്യൂ ചെയ്യും. ഇനി വിത്തിൻ 24 hours ഓഫ് ട്രേഡ് എക്സിക്യൂഷൻ കോൺട്രാക്ട് നോട്ട് ഇസ് ഇഷ്യൂഡ് ടു ദ ഇൻവെസ്റ്റർ ബൈ ബ്രോക്കർ. സോ ട്രേഡ് കൺഫർമേഷൻ സ്ലിപ്പാണ് സ്റ്റെപ്പ് 5ൽ ഇഷ്യൂ ചെയ്തത്. അതിനുശേഷം 24 മണിക്കൂറിനുള്ളിൽ ഈ കോൺട്രാക്ട് നടന്നതായിട്ടുള്ളതിൻ്റെ പ്രൂഫായിട്ടുള്ള കോൺട്രാക്ട് നോട്ട് ബ്രോക്കർ ഇൻവെസ്റ്റർക്ക് അയച്ചു കൊടുക്കും. സ്റ്റെപ്പ് 7 എന്ന് പറയുന്നത് പേ ഇൻ ഓഫ് ഫണ്ട്സ് ആൻഡ് സെക്യൂരിറ്റീസ് ബിഫോർ T+2 days. T എന്ന് വെച്ചാൽ ട്രേഡ് നടന്ന ഡേ ആണ്. T+2 ഡേൻ്റെ അന്ന്, അതായത് ട്രേഡ് നടന്ന ഡേ +2 days കഴിഞ്ഞാൽ ആ പെർട്ടിക്കുലർ ഡേൻ്റെ അന്ന് ഫണ്ട്സ് ഏത് സെക്യൂരിറ്റി ആണോ ഈവൻ സെക്യൂരിറ്റി വാങ്ങിയതാണെങ്കിൽ അതിൻ്റെ പേയ്മെൻറ്റ് കാര്യങ്ങളും അന്ന് സെറ്റിൽ ചെയ്യും. സ്റ്റെപ്പ് 8 എന്ന് പറയുന്നത് പേ ഔട്ട് ഓഫ് ഫണ്ട്സ് ആൻഡ് സെക്യൂരിറ്റീസ് ഓൺ T+2 ഡേ. നെക്സ്റ്റ് സ്റ്റെപ്പിൽ പറയുന്നത് പേ ഔട്ടാണ്, ഫണ്ട് അങ്ങോട്ട് കൊടുക്കാനുള്ളത് കൊടുത്ത് സെറ്റിൽ ചെയ്യുമെന്നാണ് പറയുന്നത്. സോ സെക്കൻഡറി മാർക്കറ്റുമായിട്ട് അസോസിയേറ്റഡ് ആയിട്ടുള്ള വേറൊരു ടേമാണ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ഡെഫിനിഷനാണ് 3rd പോയിന്റിലുള്ളത്. എനി ബോഡി ഓഫ് ഇൻഡിവിജ്വൽസ്, അത് ഇൻകോർപ്പറേറ്റഡ് ആണെങ്കിലും അല്ലെങ്കിലും കോൺസ്റ്റിറ്റ്യൂട്ടഡ് ഫോർ ദ പർപ്പസ് ഓഫ് അസിസ്റ്റിംഗ് അല്ലെങ്കിൽ റെഗുലേറ്റിംഗ് അല്ലെങ്കിൽ കൺട്രോളിംഗ് ദ ബിസിനസ് ഓഫ് ബൈയിങ്, സെല്ലിംഗ് ഓർ ഡീലിംഗ് വിത്ത് സെക്യൂരിറ്റീസ്. സ്റ്റോക്ക് എക്സ്ചേഞ്ച് നിലവിൽ വന്നിരിക്കുന്നത് സെക്യൂരിറ്റീസ് കോൺട്രാക്ട് റെഗുലേഷൻ ആക്ട് 1956 പ്രകാരമാണ്. ഇറ്റ് ഈസ് എ മാർക്കറ്റ് വെയർ സെക്യൂരിറ്റീസ് ഓഫ് ഐദർ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനീസിൻ്റെ ആവാം, അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെയോ അല്ലെങ്കിൽ സെമി ഗവൺമെൻറ് ബോഡീസിൻ്റെയോ സെക്യൂരിറ്റീസ് ട്രേഡ് ചെയ്യുന്ന മാർക്കറ്റ് പ്ലേസ് ആണ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. അടുത്തത് സെക്കൻഡറി മാർക്കറ്റിൻ്റെ അല്ലെങ്കിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ഫങ്ഷൻസ് ആണ് പറയുന്നത്. അതൊരു ഐഡിയൽ മീറ്റിംഗ് പ്ലേസ് ആണ്. ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ട്രേഡ് ചെയ്യാൻ ആഗ്രഹമുള്ള ഇൻവെസ്റ്റേഴ്സിനെ മീറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്ലേസ് ആണ്. സെക്കൻഡ്ലി ഇറ്റ് പ്രൊവൈഡ് സേഫ്റ്റി ടു ഇൻവെസ്റ്റേഴ്സിന് സേഫായിട്ട് അവരുടെ സേവിങ്സ് നിക്ഷേപിക്കാൻ പറ്റിയ ഒരു ഓപ്ഷനാണ്. അടുത്തത് ലിക്വിഡിറ്റി, സേഫായിട്ട് ലിക്വിഡിറ്റിയും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എപ്പോൾ വേണമെങ്കിലും അവർക്ക് അവരുടെ കയ്യിലുള്ള സെക്യൂരിറ്റി സെല് ചെയ്തിട്ട് ഫണ്ടായിട്ട് അതിനെ കൺവേർട്ട് ചെയ്യാം, പൈസയായിട്ട് അതിനെ കൺവേർട്ട് ചെയ്യാൻ വേണ്ടി ഉള്ള ഓപ്ഷൻ ഉണ്ട്, ലിക്വിഡിറ്റി ഉണ്ട്. പിന്നെ അടുത്തത് സ്പെക്കുലേറ്റീവ് ട്രേഡിംഗ് എന്ന് പറയുന്നത് ഒരു ഫീച്ചറാണ്. സ്പെക്കുലേറ്റീവ് ട്രേഡിംഗ് നടത്താറുണ്ട് ചില ഇൻവെസ്റ്റേഴ്സ്. സ്പെക്കുലേറ്റീവ് ട്രേഡിംഗ് വേറെ ആരുടെയോ ടോപ്പിക്കാണ്, അത് കുറച്ച് ഡിഫൈൻ ചെയ്തിട്ട് പറയാനുണ്ട്. അടുത്തത് സൗണ്ട് പ്രൈസ് സെറ്റിംഗ്, ഒരു സൗണ്ടായിട്ടുള്ള ഒരു പ്രൈസ്, അതായത് ഒരു ജനറൽ പ്രൈസ് ലെവൽ ഓഫ് സെക്യൂരിറ്റീസ് ഓഫ് ഡിഫറെൻറ്റ് കമ്പനീസ് അത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റോക്ക് എക്സ്ചേഞ്ച് അഥവാ സെക്കൻഡറി മാർക്കറ്റ് ഹെൽപ്പ് ചെയ്യും. അടുത്തത് എക്കണോമിക് ബാരോമീറ്റർ ആണ്, അതായത് എക്കണോമിയുടെ ഒരു കറണ്ട് സിറ്റുവേഷൻ മെഷർ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന അതിൻ്റെ ഒരു റിഫ്ലക്ടർ അല്ലെങ്കിൽ ഇൻഡിക്കേറ്ററാണ് സെക്കൻഡറി മാർക്കറ്റ് എന്ന് പറയുന്നത്. കാരണം നമുക്കറിയാം എന്തൊരു ഇഷ്യൂ വന്നാലും നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇടിവ് അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിന് എന്താണ് സിറ്റുവേഷൻ എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ജഡ്ജ് ചെയ്യാറുണ്ട് എക്കണോമിയുടെ സിറ്റുവേഷനെ. അപ്പോൾ സെക്കൻഡറി മാർക്കറ്റ് എന്ന് പറയുന്നത് ഒരു എക്കണോമിക് ബാരോമീറ്റർ ആണെന്ന് പറയാം. ബാരോമീറ്റർ എന്ന് വെച്ചാൽ ബാരോമീറ്റർ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഒരു ഇൻഡിക്കേറ്ററാണ്, എക്കണോമിയുടെ സിറ്റുവേഷൻ മെഷർ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു
ഒരു ടൂളാണെങ്കിൽ ഒരു മെഷറാണ് സെക്കൻഡറി മാർക്കറ്റ് എന്ന് പറയാം. അടുത്തത് ഡിസെമിനേഷൻ ഓഫ് മാർക്കറ്റ് ഡാറ്റ. സെക്കൻഡറി മാർക്കറ്റിൽ ഒരുപാട് കമ്പനീസിൻ്റെ ഡേറ്റയും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. അതുവഴി ഒരുപാട് ഇൻഫർമേഷൻ, ഒരുപാട് ഡാറ്റ നമുക്ക് കളക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അത് പബ്ലിക്ലി അവൈലബിളും ആയിരിക്കും. അടുത്തത് പെർഫെക്റ്റ് മാർക്കറ്റ് കണ്ടീഷൻസ്. ഇത്രയാണ് ഫങ്ഷൻസ് ഉള്ളത്. അതിൻ്റെ ബാക്കി പോയിൻറ്റ്സ്: എഫിഷ്യൻറ്റ് ചാനലിംഗ് ഓഫ് സേവിങ്സ്, അതായത് ആരുടെയെങ്കിലും കയ്യിൽ സേവിങ്സ് ഉണ്ടെങ്കിൽ അത് പ്രോപ്പറായിട്ട് എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാൻ, സേഫായിട്ട് പ്രോഫിറ്റബിൾ ആയിട്ടുള്ള രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഓപ്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സെക്കൻഡറി മാർക്കറ്റ്. അടുത്തത് ഒപ്റ്റിമൽ റിസോഴ്സ് അലൊക്കേഷൻ. റിസോഴ്സസിനൊക്കെ പ്രോപ്പറായിട്ട് ചാനലൈസ് ചെയ്ത് ആ റിസോഴ്സ് ആവശ്യമുള്ളവർക്ക്, ഇവിടെ റിസോഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് ഫണ്ട് ആവശ്യമുള്ളവരിലേക്ക് ഫണ്ട് എത്തിക്കുകയും ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുകയൊക്കെ ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് സെക്കൻഡറി മാർക്കറ്റ്. പിന്നെ പ്ലാറ്റ്ഫോം ഫോർ പബ്ലിക് ഡെറ്റ്, അതുപോലെ മോട്ടിവേഷൻ ഫോർ ഇംപ്രൂവ്ഡ് പെർഫോമൻസ് ബൈ കമ്പനീസ്, അവൈലബിലിറ്റി ഓഫ് ബിസിനസ് ഇൻഫർമേഷൻ, അതുപോലെ സെക്യൂരിറ്റീസിൻ്റെ ഇവാലുവേഷൻ ഹെൽപ്പ് ചെയ്യും. പിന്നെ ഇൻവെസ്റ്റേഴ്സിൻ്റെ എഡ്യൂക്കേഷൻ, ഇൻവെസ്റ്റേഴ്സിനെ എഡ്യൂക്കേറ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. പിന്നെ ഇൻഡസ്ട്രിയൽ ഫിനാൻസിങ് ആൻഡ് കമ്പനി റെഗുലേഷൻ. ഇൻഡസ്ട്രിയൽ ഫിനാൻസിങ്, അതായത് ഇൻഡസ്ട്രീസിനും കമ്പനീസിനും ആവശ്യമുള്ള ഫണ്ട് സെക്കൻഡറി മാർക്കറ്റ് വഴി റേസ് ചെയ്യാൻ വേണ്ടി പറ്റും. ലാസ്റ്റ് പോയിന്റ്, എനേബിൾ ഇൻവെസ്റ്റേഴ്സ് ടു റെഡ്യൂസ് ദെയർ റിസ്ക് ത്രൂ ഡൈവേഴ്സിഫൈഡ് പോർട്ട്ഫോളിയോ. ഇത്രയാണ് ഫീച്ചേഴ്സ്. ഡൈവേഴ്സിഫൈഡ് പോർട്ട്ഫോളിയോ എന്ന് ഉദ്ദേശിച്ചത് അത് നമ്മൾ പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റിൽ പഠിക്കും. പല ടൈപ്പ് സെക്യൂരിറ്റീസിന് പല ടൈപ്പ് റിസ്ക് ലെവലായിരിക്കും ഉണ്ടാവുക. ചില സെക്യൂരിറ്റീസിന് റിസ്ക് ലെവൽ വളരെ കുറവായിരിക്കും. സോ നമ്മുടെ മൊത്തം സേവിങ്സ് ഒരു സ്ഥലത്ത് മാത്രം ഇൻവെസ്റ്റ് ചെയ്യാതെ പല കൈൻഡ് ഓഫ് സെക്യൂരിറ്റീസിൽ റിസ്ക് ലെവൽ അനുസരിച്ച് പല കൈൻഡ് ഓഫ് സെക്യൂരിറ്റീസിൽ കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്യാണ് വേണ്ടത്. അതുവഴി നമുക്ക് അതിനാണ് ഡൈവേഴ്സിഫിക്കേഷൻ എന്ന് പറയുന്നത്. നമ്മൾ ഡിഗ്രി ലെവലിൽ പഠിച്ചതാണ്. അങ്ങനെ ഡൈവേഴ്സിഫൈഡ് പോർട്ട്ഫോളിയോ വഴി പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നത് വഴി റിസ്കിനെ നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ ഇത്രയാണ് ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. പിന്നെ സെക്കൻഡറി മാർക്കറ്റിലെ മെയിൻ പ്ലെയേഴ്സ് എന്ന് പറയുന്നത് ഒന്ന് സെബിയാണ്, സെബി റെഗുലേറ്റർ ആയിട്ട്. പിന്നെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ് ഫെസിലിറ്റേറ്റ് ചെയ്യുന്നത് ട്രേഡിങ്ങിനെ. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ സ്റ്റോക്ക് ബ്രോക്കേഴ്സ് അഥവാ ട്രേഡിംഗ് മെമ്പേഴ്സ്, അവരാദ്യം ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ എൻറോൾ ചെയ്ത് അവിടുത്തെ എൻറോൾ മെമ്പർ ആവണം, എന്നാലേ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ, ബ്രോക്കിംഗ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. പിന്നെയുള്ളത് റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ്. പിന്നെ FII എന്ന് വെച്ചാൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സാണ്. പിന്നെ സ്പെക്കുലേറ്റേഴ്സ് ഒരു കൈൻഡ് ഓഫ് ഇൻവെസ്റ്റേഴ്സ് തന്നെയാണ്, പക്ഷേ അവർ സ്പെക്കുലേഷൻ വഴിയാണ് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നത്. പിന്നെ ബാക്കി പ്ലെയേഴ്സ് ക്ലിയറിംഗ് കോർപ്പറേഷൻ, ക്ലിയറിംഗ് മെമ്പേഴ്സ് ഓർ കസ്റ്റോഡിയൻസ്, പിന്നെ ഡെപ്പോസിറ്ററീസ്, ക്ലിയറിംഗ് ബാങ്ക്സ്. ഇത്രയാണ് പ്ലെയേഴ്സ് ഇൻ സ്റ്റോക്ക് മാർക്കറ്റ്. നേരത്തെ പറഞ്ഞതിൻ്റെ കുറച്ചുകൂടി എക്സ്പ്ലനേഷനാണ്. നേരത്തെ പറഞ്ഞു 4 മെയിൻ പ്രൊഡക്ട്സ് ആണ് സെക്കൻഡറി മാർക്കറ്റിൽ ഡീൽ ചെയ്യുന്നത്. ഇന്ത്യയിലാണ് ഈ 4 മെയിൻ സെക്യൂരിറ്റീസ് സെൽ ചെയ്യപ്പെടുന്നത്. പക്ഷേ ഔട്ട് ഓഫ് ഇന്ത്യ കുറച്ചധികം സെക്യൂരിറ്റീസും കൂടി ട്രേഡ് ചെയ്യപ്പെടുന്നുണ്ട്. ഇന്ത്യയിലാകെ ഇക്വിറ്റി ഷെയർസ്, ഗവൺമെൻറ് സെക്യൂരിറ്റീസ്, ഡിബെഞ്ചേഴ്സ്, ബോണ്ട് മാത്രമേ ട്രേഡ് ചെയ്യപ്പെടുന്നുള്ളൂ. വേറെ ഔട്ട് ഓഫ് ഇന്ത്യ താഴെ പറയുന്ന കുറച്ച് കാര്യങ്ങളോടും കൂടെ, അതായത് ബോണസ് ഷെയർസ്, പ്രിഫേർഡ് സ്റ്റോക്ക് അല്ലെങ്കിൽ പ്രിഫറൻസ് ഷെയർസ്, ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർസ്, ക്യുമുലേറ്റീവ് കൺവേർട്ടബിൾ പ്രിഫറൻസ് ഷെയർസ്, പാർട്ടിസിപ്പേറ്റിംഗ് പ്രിഫറൻസ് ഷെയർസ്, കമേഴ്ഷ്യൽ പേപ്പർ, ഇതൊക്കെ ട്രേഡ് ചെയ്യപ്പെടുന്നുണ്ട്. പിന്നെ സെക്കൻഡറി മാർക്കറ്റിൻ്റെ ഫങ്ഷൻസ് ഓൾറെഡി പറഞ്ഞു. കുറച്ച് റഫ്ലി സ്പീക്കിംഗ് ഇത്രയാണ് അതിൻ്റെ കോറായിട്ടുള്ള ഫങ്ഷൻസ്. ഒന്ന്, പ്രൊവൈഡ് റെഗുലർ ഇൻഫർമേഷൻ അബൌട്ട് വാല്യൂ ഓഫ് സെക്യൂരിറ്റി, ഒരുപാട് ഇൻഫർമേഷൻസ് ഡിസെമിനേറ്റ് ചെയ്യും. രണ്ടാമത്തത്, ഹെൽപ്പ് ടു ഒബ്സർവ് പ്രൈസ് ഓഫ് ബോണ്ട്സ് ആൻഡ് ദെയർ ഇൻട്രസ്റ്റ് റേറ്റ്സ്. ബോണ്ട്സിൻ്റെ കേസിലാണെങ്കിൽ ഓരോ ബോണ്ടും അവരുടെ ഇൻട്രസ്റ്റ് റേറ്റും എങ്ങനെയൊക്കെ വാരി ചെയ്യുന്നു എന്നുള്ളതിനെ ഒബ്സർവ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. ഓരോ എക്കണോമിക് സിറ്റുവേഷൻ അനുസരിച്ച് വാരി ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് ഒബ്സർവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അടുത്തത്, ഓഫേഴ്സ് ലിക്വിഡിറ്റി ടു ഇൻവെസ്റ്റേഴ്സ് ഫോർ ദെയർ അസെറ്റ്സ്. നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്തതാണ്, ലിക്വിഡിറ്റി ഓഫർ ചെയ്യുന്നുണ്ട്. അടുത്തത്, സെക്കൻഡറി മാർക്കറ്റ് ബ്രിങ് ടുഗെദർ മെനി ഇൻട്രസ്റ്റഡ് പാർട്ടീസ്. സോ ഇൻവെസ്റ്റേഴ്സിനെ, ട്രേഡ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഇൻവെസ്റ്റേഴ്സിനെ മീറ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. അടുത്തത്, ട്രാൻസാക്ഷൻ കോസ്റ്റ് വളരെ ലോ ആയിട്ട് കീപ്പ് ചെയ്യും. അപ്പോൾ ഇത്രയാണ് ഫങ്ഷൻസ്. ലിക്വിഡിറ്റീൻ്റെ ചെറിയൊരു എക്സ്പ്ലനേഷൻ ഉണ്ട്. സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ മെയിൻ ഫങ്ഷൻ എന്ന് പറയുന്നത് is to provide ready market for sale and purchase of securities. സെക്യൂരിറ്റീസിൻ്റെ സെയിൽ ആൻഡ് പർച്ചേസിന് ഒരു റെഡി മാർക്കറ്റ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഒരു സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇനി ദ പ്രസൻസ് ഓഫ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് മാർക്കറ്റ് ഗിവ്സ് അഷുറൻസ് ടു ഇൻവെസ്റ്റേഴ്സ് ദാറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു ക്യാഷ്. ഈ കൺവേർട്ടബിലിറ്റിനെയാണ് ലിക്വിഡിറ്റി എന്ന് പറയുന്നത്. ആ ലിക്വിഡിറ്റീനെ ആരെ എൻഷുർ ചെയ്യുന്നു? സെക്കൻഡറി മാർക്കറ്റ് ലിക്വിഡിറ്റീനെ എൻഷുർ ചെയ്യുന്നു. സോ ഇത്രയാണ് ടോപ്പിക്ക്. I hope you all understood.